പ്രിയ വിദ്യാർത്ഥികളെ, 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റിലെ തേർഡ് ലെസൺ സക്സസ് ഈ കവിതയുടെ അപ്രീസിയേഷൻ ആണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സക്സസ് നോട്ട് ഓഫ് അപ്രീസിയേഷൻ. ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഈ അപ്രീസിയേഷൻ നോട്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം. The poem Success by the American poet H.W. Longfellow conveys the timeless message that great achievements come through perseverance and gradual progress. അമേരിക്കൻ കവി H.W. ലോങ്ഫെലോയുടെ സക്സസ് എന്നുള്ള കവിത മുന്നോട്ട് വെക്കുന്ന എക്കാലത്തെയും സന്ദേശം എന്നുള്ളത് എല്ലാ മഹത്തായ നേട്ടങ്ങളും സ്ഥിരോത്സാഹത്തിലൂടെയും ക്രമേണയുള്ള മുന്നേറ്റങ്ങളിലൂടെയുമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. The central theme is about setting goals and working steadily to achieve them. കവിതയുടെ പ്രധാന ആശയവും അതുതന്നെയാണ്. നാം ഓരോരുത്തരും നമ്മുടേതായ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യണം. ശേഷം ആ ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് സ്ഥിരമായും കഠിനമായും അധ്വാനിക്കുകയും വേണം. Great achievements don't happen suddenly. ഒരു മഹാനേട്ടവും പൊടുന്നനെ സംഭവിക്കുന്നതല്ല. The result from continuous effort. സ്ഥിരമായ പ്രയത്നങ്ങളിലൂടെ അതിൻ്റെ ഫലമായിട്ടാണ് നേട്ടങ്ങൾ കൈവരുന്നത്, വിജയങ്ങൾ സംഭവിക്കുന്നത്. Aligning with the sayings like slow and steady wins the race and Rome was not built in a day. നമുക്കേവർക്കും സുപരിചിതമായ ഈ പ്രോവേർബ്സും ഇതുതന്നെയാണ് പറയുന്നത്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. പയ്യെ തിന്നാൽ പനയും തിന്നാം. റോം വാസ് നോട്ട് ബിൽറ്റ് ഇൻ എ ഡേ. റോമ സാമ്രാജ്യം ഒരു ദിനം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതല്ല. The poet explains that to reach great heights in life, we don't need wings to soar. കവി വിശദീകരിക്കുന്നത് ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തിപ്പെടാൻ നമുക്ക് പറക്കാൻ ചിറകുകൾ വേണ്ട. We have feet to climb. നമുക്ക് ഉയരങ്ങളിലേക്ക് കയറിപ്പറ്റാൻ ബലിഷ്ഠമായ കാലുകളുണ്ട്. He emphasizes that great men reach success not through sudden leaps. കവി വളരെ ശക്തമായി തന്നെ പറയുന്നു, ചരിത്രത്തിലെ ജേതാക്കൾ ഒന്നും തന്നെ വിജയത്തിലേക്ക് എത്തിയത് പൊടുന്നനെയുള്ള ഒരു സഡൻ ലീപ്പ്, ഒരു കുതിപ്പിലൂടെയോ പെട്ടെന്നുള്ള ഒരു ദിവസത്തെ പ്രയത്നത്തിലൂടെയോ അല്ല. ബട്ട് ബൈ വർക്കിംഗ് ഹാർഡ് വൈൽ അതേഴ്സ് സ്ലെപ്റ്റ്. മറിച്ച് മറ്റുള്ളവരൊക്കെ വിശ്രമിച്ചപ്പോൾ, ഉറങ്ങിയപ്പോൾ അവർ അവരുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി കഠിനമായി പ്രയത്നിക്കുകയായിരുന്നു. തുടരെയുള്ള പ്രയത്നങ്ങളിലൂടെയാണ് എല്ലാവരും വിജയം നേടിയത്. The poem highlights the importance of hard work. കഠിനാധ്വാനത്തിന്റെ പ്രാധാന്യമാണ് ഈ കവിത എടുത്തു കാണിക്കുന്നത്. And relentless effort until the goal is attained. നാം സെറ്റ് ചെയ്തിരിക്കുന്ന, നാം ലക്ഷ്യമാക്കിയിരിക്കുന്ന നമ്മുടെ ആ വിജയം കൈപ്പിടിയിൽ ഒതുങ്ങും വരെയുള്ള വഴങ്ങാത്ത, കീഴടങ്ങാത്ത അധ്വാനവുമാണ് വിജയത്തിന് പിന്നിലുള്ള രഹസ്യം. അതുതന്നെയാണ് ഈ കവിത പ്രധാനമായും എടുത്തു പറയുന്ന കാര്യവും. There is no shortcut or supernatural ways to success. വിജയത്തിലേക്ക് ഒരു എളുപ്പ വഴിയോ അതല്ലെങ്കിൽ അമാനുഷികമായിട്ടുള്ള വഴികളോ ഇല്ല. The poet uses examples of pyramids and sky-high mountains to show the intensity of tasks and the need for persistent effort to conquer them. കവിതയിൽ പിരമിഡുകളും സ്കൈ-ഹൈ മൗണ്ടൻസ്, ആകാശം മുട്ടെ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളും ഉദാഹരണമായി ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന് കീഴടക്കാനുണ്ടായിരുന്ന അവരുടെ ദൗത്യത്തിന്റെ കാഠിന്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നീഡ് ഫോർ പെർസിസ്റ്റന്റ് എഫേർട്ട് ടു കോൺകർ ദം, അവയൊക്കെ കീഴടക്കിക്കൊണ്ട് വിജയം വരിക്കാൻ സ്ഥിരമായ അധ്വാനം ആവശ്യമായിരുന്നു എന്നതുമാണ് ഇത്തരം ഉദാഹരണങ്ങളിലൂടെ കവി ഉദ്ദേശിക്കുന്നത്. Metaphorically comparing humans with birds, the poet says that we do not have wings to fly. ഉയരങ്ങളിലേക്ക് എത്താൻ നമുക്ക് പറന്നുയരാൻ പക്ഷികളെപ്പോലെ ചിറകുകളില്ല. മനുഷ്യനെ ചിറകുകളുള്ള പക്ഷികളുമായി കമ്പയർ ചെയ്യുന്നു. But we have feet to climb and achieve great heights. ചിറകുകളില്ലെങ്കിലും
ഉയരങ്ങളിലേക്ക് നടന്നു കയറാൻ ബലിഷ്ഠമായ കാലുകളുണ്ട്, അതുവഴി നമുക്ക് ഉയരങ്ങൾ കീഴടക്കാം എന്നും കവി പറയുന്നു. The poet compares achievements to mountain summits. മനുഷ്യർ നേടിയെടുത്തിരിക്കുന്ന നേട്ടങ്ങളെല്ലാം തന്നെ, അതിൻ്റെ ഉയരത്തെ, എത്രമാത്രം ഉന്നതമാണ് വിജയം എന്നുള്ളത്, അവയെ മൗണ്ടൻ സമ്മിറ്റുകളോട്, പർവ്വതങ്ങളുടെ കൊടുമുടികളോട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് അതിൻ്റെ മഹത്വത്തെ കവി എടുത്തു കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ പിരമിഡ്സ് ടു സ്റ്റെയർ കേസസ്, ഏറ്റവും ശക്തമായ അധ്വാനത്തിന്റെ പ്രതീകമായ പിരമിഡ്, അതിനെ സ്റ്റെയർ കേസുകളുമായിട്ടും ചവിട്ടുപടികൾ, സ്റ്റെപ്പുകളോടും കമ്പയർ ചെയ്തിരിക്കുന്നു. അതുവഴി സൂചിപ്പിക്കുന്നത് പിരമിഡ് പോലുള്ള അതിശക്തമായ നിർമ്മിതി ഒരു ദിവസം കൊണ്ട് സാധിച്ചതല്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ക്രമേണയുള്ള മുന്നേറ്റങ്ങളിലൂടെയാണ് ഇത്തരം വൻ നിർമ്മാണങ്ങളും ആ ഒരു വെല്ലുവിളിയും മനുഷ്യൻ ഏറ്റെടുത്ത് വിജയം വരിച്ചത് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം കമ്പാരിസൺസ്. ഷോയിങ് ദാറ്റ് മാസീവ് അക്കംപ്ലിഷ്മെന്റ്സ് റിസൾട്ട് ഫ്രം ഗ്രാജുവൽ പ്രോഗ്രസ്. അതായത് മാസീവ് അക്കംപ്ലിഷ്മെന്റ്സ്, വളരെ ശക്തമായിട്ടുള്ള വിജയങ്ങൾ, കഠിനമായ അധ്വാനത്തിലൂടെ മനുഷ്യർ നേടിയെടുത്ത വിജയങ്ങളെല്ലാം തന്നെ റിസൾട്ട് ഫ്രം ഗ്രാജുവൽ പ്രോഗ്രസ്, അതെല്ലാം ക്രമേണയുള്ള മുന്നേറ്റങ്ങളുടെ ഫലമായിട്ട് സംഭവിച്ചതാണ്. All these comparisons are instances of metaphor. ഇത്തരം ഈ കമ്പാരിസണുകളെല്ലാം തന്നെ പോയറ്റിക് ഡിവൈസ് മെറ്റഫോർ എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. Again, the poet calls pyramids wedge-like, creating an instance of simile. സിമിലി എന്ന പോയറ്റിക് ഡിവൈസിന്റെ ഒരു ഉദാഹരണവും ഈ കവിതയിൽ കാണാം. പിരമിഡിനെ മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന വെഡ്ജ്, നാം ആപ്പ് എന്ന് പറയുന്ന ഉപകരണത്തിനോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. വെജ് പോലെയുള്ള അഗ്രഭാഗം പരന്ന് കൂർത്ത് മൂർച്ചയുള്ള ഭാഗമായി നിൽക്കുന്ന ഒരു ആപ്പ് പോലെയാണ് പിരമിഡ് ഉയർന്നു നിൽക്കുന്നത്. ഈ ഒരു കമ്പാരിസൺ സിമിലിക്ക് ഉദാഹരണമാണ്. The phrases the wedge-like mighty pyramids of stone and the distant mountains with their solid bastions of the skies create strong visual images. അതുപോലെ തന്നെ പിരമിഡ് അത് വെജ് പോലെയാണ് എന്നുള്ള ആ പരാമർശം, ആകാശത്തേക്ക് ഉയർന്നു നിന്ന് ആകാശത്തെ സംരക്ഷിക്കുന്ന കോട്ടകൾ പോലെ തീർന്നിരിക്കുന്ന പർവ്വതത്തിന്റെ കൊടുമുടി, ഇതെല്ലാം വിവരിക്കുമ്പോൾ ഇതൊക്കെ മനോഹരമായ വിഷ്വൽ ഇമേജുകളായിട്ട് ഉയർന്നു നിൽക്കുന്ന പിരമിഡും അതിനൊരു വെഡ്ജ് ആകൃതിയും, അതോടൊപ്പം തന്നെ ആകാശത്തിന് കോട്ട തീർത്ത പോലെ ഉയർന്നു നിൽക്കുന്ന വൻ പർവ്വതങ്ങളും നമ്മുടെ മനോമുഗ്രത്തിൽ വിഷ്വൽ ഇമേജുകളായി വരുന്നു. The poem follows a consistent ABAB rhyme scheme and includes alliteration and assonance, adding to its musical quality. കവിതയ്ക്ക് വളരെ സ്ഥിരമായിട്ടുള്ള ABAB എന്ന റൈം സ്കീമാണുള്ളത്. കവിതയുടെ മ്യൂസിക്കൽ ക്വാളിറ്റി വർദ്ധിപ്പിക്കും വിധം അലിറ്ററേഷനും ആസോണൻസും ധാരാളമായി ഉപയോഗിച്ചിട്ടുമുണ്ട്. References to pyramids and mountains symbolize human accomplishments and adventures. കവിതയിൽ പരാമർശിക്കുന്ന പിരമിഡ്, മൗണ്ടൻ, ഇതെല്ലാം തന്നെ സിംബലുകളായി പ്രവർത്തിക്കുന്നു. ഇവയിലൂടെ മനുഷ്യരുടെ അക്കംപ്ലിഷ്മെന്റ്സ്, നേട്ടങ്ങളിലേക്കും അഡ്വഞ്ചേഴ്സ്, സാഹസികതകളിലേക്കും സൂചന നൽകുന്ന സിംബലിസം എന്ന പോയറ്റിക് ഡിവൈസും ഉപയോഗിച്ചിട്ടുണ്ട്. Describing mountains as solid bastions of the sky exaggerates their height and strength, making the comparison hyperbolic. പർവ്വതങ്ങളുടെ കൊടുമുടികളെ ബാസ്റ്റൻസ് ഓഫ് ദി സ്കൈസ്, ആകാശത്ത് സംരക്ഷിക്കുന്ന കോട്ടകൾ എന്നാണ് പരാമർശിച്ചിരിക്കുന്നത്. ഇതുവഴി പർവ്വതങ്ങളെ അവയുടെ ഹൈറ്റും സ്ട്രെങ്ത്തും അല്പം വർദ്ധിപ്പിച്ച രൂപത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്, എക്സാജറേറ്റ് ചെയ്തിരിക്കുന്നു. ഇതുവഴി ഈ താരതമ്യം ഒരു ഹൈപ്പർബലി എന്ന പോയറ്റിക് ഡിവൈസിന്റെ ഉദാഹരണമായിട്ടും കാണാവുന്നതാണ്. The tone of the poem is motivational, urging readers to keep striving for success. ഈ കവിതയുടെ ടോൺ തികച്ചും മോട്ടിവേഷണലാണ്, എല്ലാവർക്കും പ്രചോദനം നൽകുന്നതാണ്. അതുവഴി urging readers to keep striving for success, വിജയത്തിനു വേണ്ടി അധ്വാനിക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നു. With its sublime themes of determination and hard work,
സക്സസ് റിമൈൻസ് എ ടൈംലെസ് ഇൻസ്പിറേഷൻ ടു ഇറ്റ്സ് റീഡേഴ്സ്. ഉറച്ച മനക്കരത്തിന്റെയും കഠിനമായ അധ്വാനത്തിന്റെയും സന്ദേശം, മഹത്തായ സന്ദേശം, ആശയം നൽകിക്കൊണ്ട് സക്സസ് എന്നുള്ള കവിത എക്കാലത്തും അതിന്റെ വായനക്കാർക്ക് ഒരു പ്രചോദനമാകും. ഇത്രയുമാണ് സക്സസ് എന്ന കവിതയുടെ അപ്രീസിയേഷൻ നോട്ടിന്റെ ഭാഗമായി വിശദീകരിക്കാനുള്ളത്. ഈ കവിതയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കവിതയുടെ വരികൾ വിശദീകരിക്കുന്ന വീഡിയോ വിദ്യാർത്ഥികൾ കാണുക. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂ സ്പോട്ട് എഡ്യൂ വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. Thanks for watching.